Hello students, നമ്മുടെ 10th SSLC എക്സാമിൻ്റെ മോഡൽ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആകെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഫൈനൽ പരീക്ഷ, നമ്മുടെ ലാസ്റ്റ് ചാൻസ്. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടിയായിക്കോട്ടെ, നമ്മൾ ഒട്ടും പഠിക്കാത്ത കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ മീഡിയം ലെവലിരിക്കുന്ന കുട്ടിയായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണിത്. ഓക്കെ, ഇപ്പോൾ ചിലവർക്ക് നമ്മുടെ മോഡൽ എക്സാം നന്നായിട്ട് പോയിട്ടുണ്ടാവും, ചിലവർക്ക് കുഴപ്പമില്ല, പ്രതീക്ഷ പോലെ പോയി, ചിലവർക്ക് വളരെ മോശമായി പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഇത് ഏത് ടൈപ്പ് ആളാണെങ്കിലും ഈ വീഡിയോ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ആ ഫുൾ A+ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കാകെ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അനിൽ സർ പറഞ്ഞുതരാം. നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്താൽ ഒരു സംശയമില്ല, A+ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ആ കുട്ടികളിലാവാം, ഒരു സംശയമില്ല. നമുക്ക് എങ്ങനെയാണ് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കുറേ സമയമില്ല. ഓക്കെ, വർക്ക് ഹാർഡ് എന്നൊക്കെ എല്ലാവരും പറയും, യെസ്, പക്ഷെ വർക്ക് സ്മാർട്ട്, അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ള കോട്ടൊക്കെയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ വർക്ക് സ്മാർട്ട് ചെയ്യുക? നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്ന സെയിം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് തന്നെയാണ് നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്കും പഠിക്കേണ്ടത്. എല്ലാം പ്രിപ്പയർ ചെയ്തത് കഴിഞ്ഞ കുട്ടികളും ഉണ്ടാവും, പക്ഷെ ഒന്നും തുടങ്ങാത്ത ചിലപ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ടാവും. ഒരാളും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പറ്റിയ സ്ട്രാറ്റജിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഒരു മാസം മുമ്പ് ഞാനും അലക്സാറും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. SSLCക്ക് ഒരു കുട്ടിക്ക് 0 to hero എങ്ങനെയാവണം എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട്, വളരെ സിമ്പിളായിട്ട് 1440 മണിക്കൂർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അങ്ങനെയല്ല, ഇനി നമ്മൾ സ്മാർട്ടായിട്ട് വർക്കുന്നു. കാരണം നമുക്ക് ഒരാഴ്ച അല്ല അതിനെക്കാട്ട് കുറവുള്ളൂ. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാനൽ നിങ്ങൾ പുതിയ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സബ്ജക്ട്സിനെയും ഓരോ ചാപ്റ്ററിൻ്റെ 1 ഷോർട്ട് റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് 1 ഷോർട്ട് റിവിഷൻ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറേ വീഡിയോ ഈ ചാനലിൽ. അതിൽ 1 ഷോർട്ട് റിവിഷൻ എന്ന് പറഞ്ഞാൽ മാത്സിൽ ഒരു ചാപ്റ്റർ ആയിക്കോട്ടെ, അത് 1 ഷോർട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഫുൾ തീർത്തിട്ടുണ്ടാവും. നിങ്ങളെ ഇനി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പ്രിപ്പയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഇതുവരെ ഒന്നും കാണാൻ അറിയില്ല, 1 ചാപ്റ്റർ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ആ ക്ലാസ്സാണ്. ഞാൻ കാണിച്ചു തരാം എവിടെ എന്തെടുക്കണം, എങ്ങനെ കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചാനൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങൾ ഓരോന്നും നോക്കി പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ കണ്ടന്റ് ഇതിനുള്ളിലുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ഇത് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ യൂസ് ചെയ്യാൻ മാക്സിമം മാർക്സ് മേടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാർ ഇവിടെ നമ്മുടെ ഫാക്കൽറ്റി, എക്സാമിനർ ഫാമിലി മൊത്തം കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. രണ്ടാമത്, നമ്മൾ ടൈം ടേബിളും ഓരോ കാര്യങ്ങളും അനാലിസ് ചെയ്യണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ കഴിഞ്ഞ വർഷം സീനിയേഴ്സ് ചെയ്ത അബദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടോ? നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സർ, നോട്ടിഫിക്കേഷൻ വരും, ക്ലാസ് ഞാൻ വരുമ്പോൾ അറിയും. അല്ല, നമ്മൾ ഈ ബെല്ലൈക്കൺ, എന്തുകൊണ്ടാണ് അലക്സാർക്ക് എപ്പോഴും പറയുന്നത് നെക്കണമെന്ന്? കാരണം നിങ്ങൾ ഈ ബെല്ലൈക്കൺ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. പൊതുവേ ഡിഫോൾട്ടായിട്ട് പേഴ്സണലൈസ്ഡിൽ ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ യൂട്യൂബിൽ തോന്നുകയാണ് നിങ്ങൾക്ക് കാണാൻ മൂടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എപ്പോഴും കാണുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ടൈം ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണലൈസ്ഡ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ അപ്പോൾ എല്ലാം ക്ലാസ്സും കിട്ടില്ല. ചിലപ്പോൾ ക്ലാസ് കിട്ടും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ക്ലാസ് കിട്ടും. നിങ്ങളെല്ലാവരും അത് സെലക്ട് ചെയ്തിട്ട് ബെല്ലൈക്കൺ നെക്കിയിട്ട് ഓളിലാക്കണം. കാരണം നിങ്ങൾക്ക് ഇനി ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോ, ഇതുവരെ വന്നതും ഇനി വരാൻ പോകുന്നത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതാക്കുക. ഇന്നാണ് നമ്മുടെ ഫൈനൽ എക്സാമിന് വരുന്ന അടിപൊളി മാരത്തോൺ റിവിഷൻസും ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടൈം ടേബിളിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് എക്സാംസ് നടക്കാൻ പോകുന്ന ദിവസങ്ങൾ. എക്സാംസ് എത്ര ദിവസം മുമ്പുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ മിടുക്കന്മാരാണ്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. നമുക്ക് റിവിഷൻ എന്ന് പറയുന്ന സാധനം വേണം. ഏത് സബ്ജക്ട്സ് എന്ത് പഠിക്കണം, നിങ്ങളുടെ ഫൈനൽ എക്സാമാണ്. ഈ സ്കൂളിൽ പോകുന്ന പോലെ നമ്മൾ സിമ്പിൾ ടെസ്റ്റ് ഒന്നുമല്ല. ഈ മാർക്കാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയില്ല, നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ വേണം. മിനിമം 1 ടൈം. നിങ്ങളിപ്പോൾ തലേ ദിവസം പുതിയതായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, റിവൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ റിവൈസും എല്ലാം പഠിച്ചുകൊണ്ട് ചെയ്യണം. വളരെ സിമ്പിളാണ്. നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഈ ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ പഠിച്ച് തുടങ്ങുക, ഇപ്പം തന്നെ റിവൈസ് ചെയ്യാനുള്ള സമയം കൂടി വെക്കുക. അങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും തലയിനുള്ളിൽ ഒട്ടി നിൽക്കില്ല. അപ്പോൾ നമ്മൾ 31 മാർച്ച് നമ്മുടെ മലയാളം ലാംഗ്വേജ് പാർട്ട് 1 ലാംഗ്വേജ് 1 വരും. അതിന് എത്ര ദിവസം മുമ്പ് എക്സാം ഉണ്ട്? നിങ്ങൾ എന്നാണോ കാണാൻ തുടങ്ങുന്നത് അത് വെച്ചിട്ട് മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ 3 ദിവസം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും, 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. എക്സാം വിന്നറിൻ്റെ ഈ ചാനലിലുള്ള എന്തുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മാരത്തോൺ റിവിഷൻ ഉണ്ട്, അടിപൊളി ക്ലാസ് ഉണ്ട്. അത് കാണുക, അതിലെല്ലാം കാര്യങ്ങളുണ്ട്. മലയാളമായതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിച്ചോളുന്നു. ഇനി നമുക്ക് ടഫായ കാര്യങ്ങളിലേക്ക് വരാം.
ഇംഗ്ലീഷിൽ നിങ്ങൾ ഇപ്പം തന്നെ എല്ലാ ദിവസവും ചാപ്റ്റേഴ്സ് വായിച്ച് കുറേ സമയം കളയരുത്. ചാപ്റ്റേഴ്സ് ഒരു പ്രാവശ്യം വായിക്കുക, വേണമെങ്കിൽ എക്സാം തലേന്നൊന്ന് വായിക്കുക. ക്യാരക്ടേഴ്സിനെ പറ്റി അറിയണം. നിങ്ങൾക്ക് റൈറ്റിംഗ് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരിക, ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. അതിനുള്ള ക്ലാസ്സസും അലക്സ് സാറും അലൻ സാറും ഓരോ ടിപ്പ് ബൈ ടിപ്പ് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് എവിടെയാണ് മാർക്ക് വരിക, ആ മാർക്കിംഗ് സ്കീമിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എല്ലാം ഈ ചാനലിലുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഫുൾ കാര്യങ്ങൾ, ഗ്രാമർ, റൈറ്റിംഗ് ഉണ്ട്, അത് കാണാം. ചാപ്റ്റേഴ്സിന് യെസ് വെയിറ്റേജ് ഉണ്ട്. ഓവർ സമയം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് സമയം കളഞ്ഞാൽ മാർക്ക് പോവും. അപ്പോൾ ഇംഗ്ലീഷിൽ റൈറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം. 5 ദിവസം ഇംഗ്ലീഷ് പഠിക്കണോ? വേണ്ട. ഇംഗ്ലീഷ് 5 ദിവസം ഒന്നും വേണ്ട. ചിലവർക്ക് 2 ദിവസം മതി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ 2 ദിവസം മതി. ചിലവർ 3 ദിവസം മാക്സിമം, അതിനെക്കാട്ടൊന്നും കൂടുതൽ വേണ്ട എടുക്കുക. ബാക്കി 2 ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ബാക്കി എന്തെങ്കിലും പഠിക്കാൻ ബാക്കി കുറേ സബ്ജക്ട്സ് ഉണ്ട്. സോഷ്യൽ ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ഇഷ്ടമുള്ള നിങ്ങൾക്കറിയാം ഏതാ ബുദ്ധിമുട്ടുള്ളതെന്ന്. ഇനി വരുന്നത് നമ്മുടെ ഹിന്ദിക്ക് നമുക്ക് 1 ദിവസമുള്ളൂ. അപ്പോൾ ഹിന്ദി എന്താണേലും ആ ഒരു ദിവസം കൊണ്ട് 16 ചാപ്റ്റേഴ്സ് പഠിച്ചു തീരില്ല. അപ്പോൾ എന്നാണേലും നിങ്ങൾ ഇപ്പം കാണുമ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടല്ലോ, അത് കാണാം. മലയാളത്തിന് മുമ്പുള്ള ദിവസങ്ങൾ നിങ്ങൾ കുറച്ച് കാണാം നിർബന്ധമായിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് പോരാതെ ഇവിടെ ഇംഗ്ലീഷിന് ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെയും കുറച്ച് ഹിന്ദി പഠിക്കാം. ഒരു പ്രാവശ്യം മാത്രം വായിച്ചാൽ പോരാ, ഒരു പ്രാവശ്യം വായിച്ചിരിക്കണം, ഒരു പ്രാവശ്യം പഠിച്ചിരിക്കണം, പിന്നെ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെന്താണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് നമുക്ക് 3 ദിവസം ഉണ്ട്, 21 ചാപ്റ്റർ ഉണ്ട്. ഓരോ ദിവസം 7 ചാപ്റ്റർ പഠിച്ചാലും നമുക്ക് കഷ്ടിച്ച് നമുക്ക് 25 ചാപ്റ്റർ തീർക്കാൻ പറ്റും. പക്ഷേ റിവൈസ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ സോഷ്യൽ വായിച്ച് തുടങ്ങുക. വളരെ സിമ്പിളാണ്, പക്ഷെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ കഥ പോലെ അടിപൊളിയായിട്ട് നമ്മളിവിടെ 21 ചാപ്റ്റർ മാരത്തോണായിട്ട് അനു മിസ്, അലക്സ് സാർ, അലൻ സാർ, കിരൺ സാർ എടുത്തു തന്നിട്ടുണ്ട്. അത് കാണാം. ഓക്കെ. അത് നിങ്ങൾ കണ്ടുപിടിക്കുക ചാനൽ. ഞാൻ ഓരോന്ന് എവിടെയാണെന്ന് കാണിച്ചു തരാം. പക്ഷേ അത് കാണുക, വേഗം പഠിക്കുക. നോട്ട്സൊക്കെ വേഗം, നീ നോട്ട്സ് ഉണ്ടാക്കാൻ നിൽക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് പഠിക്കുക. 3-ാമത്തെ ദിവസം ഫുൾ റിവിഷൻ. ഓക്കെ. പിന്നെ മാത്സ്, നമ്മുടെ ബ്യൂട്ടിഫുൾ ആയ മാത്സിന് 6 ദിവസം ഉണ്ട്. അലൻ സാർ മാത്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, 6 ദിവസം മാത്സിന് വേണ്ട. 6 ദിവസം ഒരിക്കലും വേണ്ട. നിങ്ങൾ ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിലും ഫുൾ പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിലും 6 ദിവസം ഒരു ജന്മത്തും വേണ്ട. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക? അലൻ സാർ പഠിപ്പിച്ച ഓരോ 1 ഷോട്ട് ക്ലാസ് ഉണ്ട്. അത് കാണാൻ എത്ര മണിക്കൂർ എടുക്കും? 1 മണിക്കൂർ, 11 മണിക്കൂർ അങ്ങനെ പോകും നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ. പിന്നെന്താണ്, നിങ്ങൾ 2-3 മണിക്കൂർ ഓരോ ചാപ്റ്റർ സ്വന്തം സ്പെൻഡ് ചെയ്യണം. അത് ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കണം, ടെക്സ്റ്റ് ബുക്കിലായിരിക്കണം, പ്രീവിയസ് ഇയറിലായിരിക്കണം. പിന്നെ ഞാൻ മാരത്തോൺ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോഡൽ എക്സാമിന് അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പം നമ്മൾ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാത്രം മാത്സ് പഠിക്കുന്നു. 11 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. നിങ്ങൾ എഴുതുക തെറ്റിക്കുക കറക്റ്റ് ആവുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം 7 ചാപ്റ്റർ ഏകദേശം കറക്റ്റാണ്. അത്ര ദിവസമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് ബയോളജിക്കുള്ള ആദ്യത്തെ ദിവസത്തിലെ കെമിസ്ട്രീൻ്റെ 3 ദിവസം ഉള്ളപ്പം ആദ്യത്തെ ദിവസം ഫുൾ ബയോളജി പഠിക്കുക. നിങ്ങൾ ആ സമയത്ത് കെമിസ്ട്രിയിലേക്ക് കിടക്കണം. ബയോളജി മൊത്തം പഠിച്ച് ഒരു 8 ചാപ്റ്റർ ഒരു 90-80% പഠിച്ച് വെക്കുക. എന്നിട്ട് 2 ദിവസം ഫുൾ കെമിസ്ട്രി പഠിക്കുക. ബയോളജിയിൽ അന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് മൊത്തം റിവൈസ് ചെയ്യുക. പ്ലസ് നിങ്ങൾ പഠിക്കുക, ബാക്കി വെച്ച 10% കൂടി ഫുൾ പഠിക്കുക. അതുപോരാതെ അവസാനം വരെ നിങ്ങളുടെ മലയാളം 2 അത് നിങ്ങൾക്ക് ഒരു ദിവസമുള്ള 10 ചാപ്റ്റർ ഉണ്ട്. ചിലവർക്ക് അത് പറ്റുമായിരിക്കും, ചിലവർക്ക് പറ്റൂല. എന്താണേലും നിങ്ങൾ അതിനനുസരിച്ച് മുമ്പിലേക്ക് പഠിച്ചു വെക്കുക. ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, എത്ര അറിയില്ല. സെൽഫ് അനാലിസിസ് ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട് മൊത്തം പഠിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളും അവൻ്റെ ടൈം ടേബിൾ പഠിക്കരുത്. ഓക്കെ. അവർ ഫുൾ പ്രിപ്പയർഡ് ആണ്. അവർക്ക് വേറെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്യാനുള്ള മതി. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ടൈം ടേബിൾ ഉണ്ടാക്കുക. അലൻ സാർ ഒന്നും കൂടി പറയുകയാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ സമയം ഇരുന്നിട്ട് വേസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പം പഠിക്കാൻ തുടങ്ങുക സ്മാർട്ടായിട്ട്. പിന്നെ റിവൈസ് ചെയ്യാണ്ട് ഒരു രക്ഷയുമില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു സാധനം പഠിച്ചിട്ട് എക്സാമിന് പോയിട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് അത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് വൺസ് റിവൈസ് ചെയ്യുക. ഡെഫിനറ്റ്ലി A+ കിട്ടും. നമുക്ക് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും കാണിച്ചിട്ടുണ്ട് മോഡൽ എക്സാമിന്, ഫൈനൽ എക്സാമിന് നമുക്കിനി ചാൻസ് കിട്ടില്ല. അപ്പോൾ ഓരോ ആൾക്കാരും ഫുൾ അടിപൊളിയായിട്ട് പഠിക്കാം. ഈ ചാനലിൽ ഇനിയും ലൈവ് ഉണ്ടാവും, ഇനിയും ക്ലാസ്സസ് ഉണ്ടാവും, ഫുൾ എക്സാമിനുള്ള എല്ലാ ഹെൽപ്പും ഉണ്ടാവും. എക്സാമിനർ നിങ്ങളുടെ കൂടെയുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരം ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളാണ് ആ ഹെൽപ്പ് എടുത്തിട്ട് യൂസ്ഫുൾ ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ചാനൽ ഇത്ര കാലം ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനും ഹെൽപ്ഫുൾ ആവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം സ്റ്റുഡൻസ് അറിയട്ടെ, മാക്സിമം സ്റ്റുഡൻസിന് ഇനിയും ഒരു ഹോപ്പ് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഇതിന് ഫുൾ ഷെയർ ചെയ്യാം. ഇനി അൻസർ പറഞ്ഞ പോലെ കഴിഞ്ഞില്ല, വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഞാൻ എവിടെയൊക്കെയാണ് ഈ ചാനലിൽ നിങ്ങൾ പോയിട്ട് ഓരോ ക്ലാസ് കാണുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ചാനലിൽ വന്നാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വരിക. താഴേക്ക് വന്നോ, ആദ്യം തന്നെ പ്ലേലിസ്റ്റിലേക്ക് പോവാം. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സോഷ്യലിൽ ആണെങ്കിൽ ഓരോ ചാപ്റ്റർ എടുത്തത് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ കുറേ സമയം കളയണ്ട, നോക്കി. ഇപ്പോൾ നമുക്ക് മാത്സിലേക്ക് വരാം. മാത്സിലേക്ക് വന്നാൽ എന്താണ്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മാത്സിൻ്റെ പ്ലേലിസ്റ്റ് വരും. ഞാൻ പോസ് ചെയ്യാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് ഇതാ ഇങ്ങോട്ട് താഴേക്ക് വന്ന ഇതുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് എല്ലാ ചാപ്റ്ററും ഉണ്ട്. അതുപോലെ അത് മോഡൽ പരീക്ഷയ്ക്ക് നടന്ന ഫുൾ റിവിഷനും ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസും മാരത്തോൺ ലൈവും എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾ അവസാനത്തേക്ക് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററിന് ബേസിക്സ് മനസ്സിലാക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മോഡലിന് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്താണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. ഓക്കെ, ഫുൾ പവറോടെ പഠിക്കുക, ഫുൾ കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ഈ ചാനലിലുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്ട്സിൻ്റെയും ഓരോ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ തന്നെ മോഡൽ പേപ്പറിന് സൊല്യൂഷൻ വന്ന് നോക്കി നോക്ക് അലൻ സാറിൻ്റെ ക്ലാസ്സിൽ. അതിൽ കണ്ടാൽ മനസ്സിലാവും കമൻസിൽ എത്ര കുട്ടികൾക്ക് എത്ര മാർക്ക് എത്ര സിമ്പിളായിട്ട് ആ 1-2 ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായിരുന്ന. അപ്പം നിങ്ങൾക്കും അതുപോലെ ഫുൾ A+ കിട്ടണമെങ്കിൽ ഒന്നുമില്ല, എക്സാമിനറിൻ്റെ കൂടെ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മാത്സ് എക്സാമിൻ്റെ മുമ്പ് കാണാം.